കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന് നേരെ അതിക്രമം നടന്നതായി പരാതി. സംഭവത്തിൽ ഹഡ്കോ കമ്മിറ്റി ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ധർണയും നടത്തി. കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ ചിറക്കടവത്തെ ഓഫീസ് മുറിയിൽ അതിക്രമം നടത്തിയതായി പരാതി. ഇത് സംബന്ധിച്ച് പുതുപ്പള്ളി ഗോവിന്ദമുട്ടം പള്ളിയമ്പിൽ ശ്രീകുമാർ പോലീസിൽ പരാതി നൽകി. ഓഫീസിനുള്ളിൽ അതിക്രമിച്ചു കയറി ഡോർ നശിപ്പിച്ചും നോട്ടീസ് ബോർഡ് നശിപ്പിച്ചും അസഭ്യം പറഞ്ഞതായും വധഭീഷണി ഉയർത്തിയതായും പരാതിയുണ്ട്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പരാതിയിൽ പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്യായമായി ഗൂണ്ടകൾ കടന്നു കയറി കതവും ഗേറ്റും തല്ലിപ്പൊട്ടിച്ച് അവകാശം നേടിയെടുത്ത് ഇവിടെ പ്രവർത്തിച്ച് കൊണ്ട് അഴിമതി നടത്തുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒത്തുകൂടാനുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇത് നമ്മൾ തന്നെ ഈ SNDPയുടെ നാമധേയത്തിലുള്ള ഈ പ്രസ്ഥാനത്തിന് വീറും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഓരോ ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കും മറ്റ് അഭ്യുദയകക്ഷികൾക്കും ഉള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ വർഷങ്ങൾ കൊണ്ട് ആരുടെയൊക്കെയോ സ്വാധീനം ഉപയോഗിച്ച് ഇത് ഏകകക്ഷിയായിട്ട് ഒരാളുടെ നേതൃത്വത്തിൽ മാത്രം ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോവാണ്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് 25-ാം തീയതി വൈകിട്ട് ഉദ്ദേശം ഒരു 4 മണിയോടുകൂടി ഒരു പറ്റം ഗുണ്ടകൾ ഇവിടെ കടന്നു കയറി ഈ വിലപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ഡോറുകൾ ചവിട്ടിപ്പൊളിക്കുകയും ഇതിനകത്ത് കയറി നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. കായംകുളം ശ്രീനാരായണ സാംസ്കാരിക സമിതി ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന്റെ കതകുകൾ തകർത്ത സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് SNSS അഡ്കോ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ആവശ്യം ഉന്നയിച്ച ശ്രീനാരായണ സാംസ്കാരിക സമിതി അഡ്കോ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഈ ക്രിസ്മസ് ദിവസം വൈകിട്ട് 4:30 ഇതിൽ അതിക്രമിച്ച് കയറി ഈ പൂട്ട് പൊളിച്ചിട്ട് ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരുന്ന ആ ഡോറ് വളരെ മാരകായുധങ്ങൾ, എത്രയോ മാരകായുധങ്ങൾ, ആ സൗണ്ടൊക്കെ നാട്ടുകാർ മുഴുക്കെ കേട്ട് ഭയത്തോടാണ് ഞങ്ങളെയൊക്കെ വിളിച്ചു പറയുന്നത്. അത്ര കണ്ട് പ്രശ്നങ്ങളുണ്ടാക്കിയാൽ മാത്രമേ ആ ഡോറ് തുറക്കാൻ പറ്റൂ. എന്നിട്ട് ആ ഡോറ് തല്ലി തുകർത്ത് അവരെ ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ സാമഗ്രികൾ മുഴുക്കെ നശിപ്പിക്കുകയും പോസ്റ്റുകൾ നശിപ്പിക്കുകയും ഇവിടെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവരുണ്ടായത്. ഇതിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പോലീസിനെ സമീപിക്കുകയും FIR ഇടാൻ അവർ വളരെ അല്പം താമസിച്ചെങ്കിലും ഉന്നത നിലകളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം അവർക്ക് ഇടാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് FIR ഇട്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ സമയം വരെ ഇതിൽ ഒറ്റ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ ഈ പോലീസ് തയ്യാറായിട്ടില്ല. ചിറക്കടവും SNDP ശാഖായോഗം പ്രസിഡന്റ് PS ബേബി നേതൃത്വം നൽകി. കുറ്റവാളികളെ വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം.